മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനീഷ് ചേട്ടൻ്റെ ചോക്ലേറ്റിൻ്റെ കോയിൻ അടിച്ചു മാറ്റിയിരിക്കുകയാണ് അനുമോള്. അങ്ങനെ ആദിലാണ് അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അനീഷ് ചേട്ടനോട്. അങ്ങനെ ഡീല് സംസാരിക്കാൻ വേണ്ടി അനുമോള് പോവുകയാണ്. എനിക്കൊരു 11 ചോക്ലേറ്റ് തന്നു കഴിഞ്ഞാൽ അനീഷ് ചേട്ടൻ്റെ കോയിൻ ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന ഡീല് പറഞ്ഞുകൊണ്ടാണ് അനുമോള് പോകുന്നത്. അരമണിക്കൂറിന് ശേഷം ഈ ഡീലിനെ കുറിച്ച് ഞാൻ സംസാരിക്കാമെന്ന് പറയുന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ അനുമോളോടും ഷാനവാസിനോടും പറയുന്നു. ഷാനവാസ് പറയുന്നുണ്ട് 10 എണ്ണം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന്. അങ്ങനെ അനീഷിൻ്റെ അടുത്തിട്ട് ഷാനവാസും അനുമോളും കൂടെ ചെല്ലുകയാണ്. ആ സമയത്ത് അനീഷേട്ടൻ പറയുന്നുണ്ട് എൻ്റെ കോയിൻ എൻ്റെ കയ്യിൽ കിട്ടി. പെട്ടെന്ന് അനുമോൾ ഞെട്ടുന്നുണ്ട്. എനിക്ക് കിട്ടി, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഡീല് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, നാളെ ഞാൻ ചോക്ലേറ്റ് വാങ്ങിക്കോളാം. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അന്നാ ചേട്ടാ നമുക്കിപ്പോൾ ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ പോയി ചോദിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് വേണ്ട, നാളെ ഞാൻ ചോദിച്ചോളാം, പക്ഷേ എനിക്ക് ഷാനവാസിനോട് ഒരു ഡീൽ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. എടി നമ്മളെടുത്ത് വെച്ചത് അനീഷേട്ടൻ്റെ കോയിനല്ല, ഇത് വേറെ ആരുടെയോ കോയിൻ, അനീഷേട്ടൻ്റെ കോയിൻ അനീഷേട്ടന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അയ്യോ എന്നെ അനീഷേട്ടൻ നോക്കുന്നുണ്ട്, പുള്ളിക്കാരൻ എനിക്ക് എന്നെ നോക്കുന്നുണ്ട്, എനിക്ക് ചിരി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്താ പറയാന്ന് പറയുന്നുണ്ട് നൂറ. പുള്ളിക്കാരന് കിട്ടി, പുള്ളിക്കാരൻ്റെ കോയിൻ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അയ്യോ എന്നെ അനീഷേട്ടൻ നോക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഷാനവാസിനോട് അനീഷ് പറയുന്നുണ്ട് എൻ്റെ കോയിന് ആരെടുത്തിട്ട് പോയെന്നും എല്ലാ സത്യങ്ങളും ഇപ്പം തന്നെ പുറത്ത് വരും. നിങ്ങളെല്ലാവരും എൻ്റെ കോയിൻ അടിച്ചു മാറ്റിയിട്ട് എൻ്റെ അടുത്ത് തന്നെ ഡീല് സംസാരിക്കാൻ വന്നിരിക്കുക, നിങ്ങൾ നല്ല ആൾക്കാർ അനീഷ് പറയുന്നുണ്ട്.